നമസ്കാരം. വിസ്ഡം ടൂത്ത് അഥവാ തേർഡ് മോളാർ ടീത്ത്, അതായത് നമ്മുടെ മൂന്നാമത്തെ അണപ്പല്ല്, ഓരോ താടിയെല്ലിൽ വരുന്ന മൂന്നാമത്തെ അണപ്പല്ല്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും പൂർണ്ണമായ ഒരു ഇറപ്ഷൻ, അതായത് വായിലേക്ക് പൊങ്ങി വന്ന് നിൽക്കുന്ന സ്ഥിതി, ബാക്കി എതിർവശത്തെ പല്ലുകളുമായിട്ട് തമ്മിൽ ചേരുന്ന രീതിയിൽ വന്നു എങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പൊതുവെ ആ പല്ലുകൾ നമുക്ക് വേദന ഉണ്ടാക്കാനും അവിടെ നമുക്ക് ബ്രഷ് ചെയ്ത് വൃത്തിയാക്കാനും കുറച്ച് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങേയറ്റം വരെ ചെന്ന് ബ്രഷ് ചെയ്യാനൊക്കെ പാടുവരും. പിന്നെ അത് കൂടാതെ ഈ താടിയെല്ലിൽ ഇതിൽ കുരുങ്ങിക്കിടക്കും. ഈ പല്ലുകൾ പുറത്തേക്ക് വരാതെ താടിയെല്ലിനുള്ളിൽ കുരുങ്ങിക്കിടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് സ്വാഭാവികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. പകുതിയായിട്ട് ഇറപ്റ്റ് ചെയ്ത് കിടക്കും. കുറച്ച് ഭാഗം മാത്രം വായിലും കുറച്ച് ഭാഗം താടിയെല്ലിനുള്ളിലുമായിട്ട് കിടക്കും. അപ്പം ഇത് സമീപത്തെ പല്ലുകൾക്ക് കേടുവരികയും അവിടെ എപ്പോഴും ഭക്ഷണ പദാർത്ഥങ്ങൾ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ചെയ്യുന്ന പല്ലുകൾ അടയ്ക്കുക അല്ലെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ള ചികിത്സകൾ ചിലപ്പോൾ പറ്റി എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തേർഡ് മോളാർ പല്ലുകൾ അല്ലെങ്കിൽ വിസ്ഡം ടൂത്ത് നമ്മൾ ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയറിൽ കൂടെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ താടിയെല്ലിനകത്ത് പഴുപ്പ്, വേദന, ചെവി വേദന, തലവേദന, അങ്ങനെയുള്ള മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മാക്സിലോഫേഷ്യൽ സർജനെ കാണിച്ച് അത് ഇറപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലെങ്കിൽ അത് നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.